സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കുറേ പേരുടെ വിചാരം എന്തോ ഔദാര്യമാണ്, ആരൊക്കെയോ തരുന്നത് ഏറ്റുവാങ്ങുന്നു. പിന്നെ കുറേ ഇവിടുത്തെ ഏട്ടൻ ഫാൻസും ചേട്ടനല്ലാത്ത ഫാൻസും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ മാത്രം ഒരു ലോകം. സ്പേസ് നോട്ട് എ സ്പേസ് മാൻ, ഇറ്റ്സ് എ വാസ്റ്റ് സ്പേസ്. ഇവിടെ നമുക്ക് എന്ത് വേണോ ചെയ്യാം. ക്യാൻ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് തിങ്സ്. ഇവരുടെ ഒന്നും പിന്നെ സ്വകാര്യ സ്വത്തോ അവരുടെ ഒന്നും മറ്റേ അണ്ടർവെയറിന് പിന്നെ പോക്കറ്റിനകത്ത് കിടക്കുന്ന സാധനമൊന്നും അല്ല സിനിമ. സിനിമ എന്തോ അങ്ങനെയാണെന്നാണ് പലരുടെയും വിചാരം. ഫിലിം ഇസ് എ ഡെമോക്രാറ്റിക് സ്പേസ്, ഇറ്റ്സ് എൻ ആർട്ട്. അതറിയില്ലെങ്കിൽ ആദ്യം പോയി സ്വന്തമായിട്ട് അറിയണം. എന്തിനാണ് അനാവശ്യമായിട്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പേര് വലിച്ചിഴക്കപ്പെടുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇപ്പൊ മനസ്സിലായി കാണും ഇവരുടെ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന്. അവർ പറയുന്നത് പഴയ കാലത്തെ ഒരു ലൈവാണ്. അവരെ നേരെ അബ്യൂസ് ചെയ്ത കുറച്ച് ആളുകളുടെ പേരുകൾ പുറത്തു വിടുക. 14 ആളുകളുടെ പേരാണ് അവര് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തേക്ക് വിട്ടത്. അതിൽ കൃത്യമായിട്ട് തുടക്കത്തിൽ അവർ എഴുതി വെച്ച ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ സെക്ഷലി മെന്റലി ഹറാസ് ചെയ്ത അബ്യൂസ് ചെയ്ത ആളുകളുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 14-12 ആളുകളുടെ പേരാണ്. അതിൽ മൂന്നാമതായിട്ടോ രണ്ടാമതായിട്ട് സിദ്ദീഖ് എന്ന് പറയുന്ന നടന്റെ പേരുണ്ട്. സ്വാഭാവികമായിട്ടും അതിലുള്ള ആളുകൾ ആരാണ് എന്നെ സെക്ഷലി ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി അബ്യൂസ് ചെയ്തതെന്ന് ആളുകൾക്ക് മനസ്സിലാവില്ല. അത്രയും പേരുകൾ വെച്ചിട്ട് പേരിന് വേറെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ളൊരു ലൈവ്, അവരത് കൃത്യമായി പറയാൻ പോകുന്ന ലൈവ്. ഈ ലൈവില് ഇടയില് മമ്മൂക്കയെയും ലാലേട്ടനെയും മനഃപൂർവ്വം വലിച്ചിട്ടു. മമ്മൂട്ടി ഫാൻസിന്റെ ട്രൗസറിന്റെ ഉള്ളിലൊന്നുമല്ല, അല്ലെങ്കിൽ ലാലേട്ടന്റെ ട്രൗസറിന്റെ വള്ളിക്കകത്തൊന്നുമല്ല മലയാള സിനിമ ഇരിക്കുന്നത്. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് സിനിമ ചെയ്യാൻ എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ എന്തിന് അവിടെ സിദ്ദീഖിന്റെ പേരല്ലേ നിങ്ങൾ ഉന്നയിക്കേണ്ടിരുന്നത്? ഈ ലൈവ് 1.5 മണിക്കൂറിന്റെ അടുത്ത് ലൈവ് ഉണ്ട്. ആ ലൈവിൽ 3 തവണ മാത്രമാണ് സിദ്ദീഖിന്റെ പേര് പറയുന്നത്. ഇപ്പൊ അവര് വലിയ രീതിയിൽ കരഞ്ഞുകൊണ്ട് പറയുന്നു, എനിക്ക് ഒരു പേരെടുക്കാൻ വേണ്ടിയല്ല, എന്റെ ശരീരം എന്റെ ജീവിതം വെച്ചുകൊണ്ടാണ് ഞാൻ കളിക്കുന്നത്, എനിക്ക് ഒരിക്കലും ഒരു നുണ പറയേണ്ട കാര്യമില്ല എന്ന് നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഒരാഴ്ച മുമ്പെങ്കിലും നടന്നതാവുന്നു. പക്ഷെ വർഷങ്ങൾ പഴക്കമുണ്ട്. ആ ഒരു പ്രശ്നം നടന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു വീഡിയോയിൽ ഭയങ്കര സന്തോഷവതിയാണ് ഇവര്. യാതൊരു തരത്തിലും സിദ്ദീഖിനെ കുറിച്ച് ലൈവിൽ പറയുന്നില്ല. അതിനർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് സിദ്ദീഖിനെ കുറിച്ച് പറയേണ്ടതായിട്ടൊന്നും ഇല്ല എന്ന്. ഓക്കെ, മമ്മൂക്കയെ കുറിച്ച് ഒരു സ്ഥലത്ത് പ്രതിപാദിക്കുന്നു. എന്തിനാണെന്ന് അറിയില്ല, കേൾക്കാം. ഈ ആരാധന എന്ന് പറയുന്നത് ഏറ്റവും വൾഗർ തിങ്ങാണ്. ഈ നിങ്ങളൊക്കെ ഈ ആരാധിച്ച് വെച്ചിരിക്കുന്ന കുറെ ബിംബങ്ങളാണ് ഇവിടെ ഉടഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നെവർ പ്ലീസ് കൺസിഡർ എസ് ഹ്യൂമൻസ്. വെറുതെ ഈ ആരാധനയും ബിംബാരാധനയും ഏട്ടൻ അത് ഇത് തൊഴിലിടം, ഇറ്റ്സ് എ വർക്ക് സ്പേസ് പോതും. അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെ ആരാധിക്കുന്നതൊക്കെ ആളുകളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ തന്നെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോ ഈ ഒരു സംഭവത്തിനെ മോഹൻലാലിനെയും മമ്മൂട്ടിയെ ഒന്നും ആരാധിക്കരുത് എന്നൊന്നും പറയാനുള്ള, അല്ലെങ്കിൽ അതിനെ കളിയാക്കാനും മാത്രമുള്ള ഒരു കാര്യമൊന്നും നിങ്ങൾക്കില്ല. കാരണം നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച വിഷയം ഇതൊന്നും അല്ലല്ലോ. അതിനെക്കുറിച്ച് പറയുക എന്നുള്ളതാ. എനിക്ക് വീഡിയോ കണ്ടപ്പോൾ ഞാൻ 1.5 മണിക്കൂർ വീഡിയോ മുഴുവൻ കണ്ടു. ഞാൻ സിദ്ദീഖിനെ കുറിച്ച് ഇവർ എന്താണ് പറഞ്ഞത്, എന്താണ് അന്ന് പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടി കേട്ടതാ. അതിനിടയിലാണ് അനാവശ്യമായിട്ട് ലാലേട്ടന്റെയും മമ്മൂക്കട്ടയുടെ ഒക്കെ പേര് വലിച്ചിടുന്നുള്ള. അത് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും ആവശ്യമില്ലാതെ വലിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തട്ടിക്കളിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവരുടെ പേരൊന്നും ഇതിൽ വരില്ല എന്നുള്ള കാര്യം ഉറപ്പാ. അവരൊക്കെ അത്ര പക്കയാണ്. പക്ഷെ എന്തിനാണ് ഇവരത് ചെയ്തതെന്നുള്ളതാ. ഈ ഒരു വിഷയത്തില് കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവര് ഈ സിദ്ദീഖ് എന്നെ ഇത് ചെയ്തു അത് ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ ഇപ്പോ. പക്ഷെ അന്നത്തെ ലൈവിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അന്ന് സിദ്ദീഖിനെ കുറിച്ച് പറഞ്ഞ കുറച്ച് ഭാഗങ്ങളാണ്, അതൊന്ന് കേൾക്കാം. സിദ്ദിഖ് എന്ത് ചെയ്തു? നിജോ ജോസ് പോയി സിദ്ദിഖിനോട് ചോദിക്കണോ? സിദ്ദിഖ് ബാക്കി പറയൂ. സിദ്ദിഖ് എന്ന് മാത്രം പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സിദ്ദിഖിന്റെ കേസൊക്കെ ഞാൻ ഓൾറെഡി ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു സേ മോർ. ചില ക്ലാരിഫിക്കേഷൻ ഇതിലേക്ക് മാത്രം എനിക്ക് തരേണ്ടി ഉണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് അതൊരു വളരെ സ്മഡ്ജ് ചെയ്ത ഒരു പരുവത്തിൽ കിടക്കുന്ന മാതിരി തോന്നുന്നു. സോ ഐ വോണ്ട് ടു കം ആൻഡ് ക്ലിയർ സർട്ടൻ തിങ്സ് ബിക്കോസ് ഐ ഡോണ്ട് ഫിയർ. ഐ ആം നോട്ട് എ പേഴ്സൺ ലൈക്ക് ദാറ്റ്. സിദ്ദിഖ് വരെ ഫിസിക്കലി സെക്ഷലി ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ആ ഒരു ഡയലോഗുകളിലൂടെ തന്നെ മനസ്സിലാവും. കാരണം അതിനേക്കാൾ വലിയ കാര്യമാണ് ഞാനിവിടെ പറയുന്നത് എന്നാണ് പറയുന്നത്. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ അറിയോ? എനിക്ക് നിന്നോട് ഇഷ്ടമാണ് എന്ന് അഖിൽ ദേവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു. അതായത് നിങ്ങളെ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അതിനൊരു അബ്യൂസ് ആയിട്ടാണ് കണ്ടത്. അതുകൂടാതെ തന്നെ ഇവരെ ഒരു സംവിധായകനോ ഒരു പ്രൊഡ്യൂസറോ ഇവരെ പിന്നിലൂടെ വന്നിട്ട് ഒരു ബാഗ് എടുക്കുന്ന വ്യാജാനെ കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് ഹഗ് വേണമെന്ന് പറയാം, ഇവര് തല്ലി എന്ന് പറയുന്നു. ആ ഒരു കാര്യത്തെയുമാണ് ഇവര് കാര്യമായിട്ട് പറയുന്നത്. പിന്നെ ആരോ എന്തോ പറഞ്ഞു എന്ന രീതിയിൽ, പിന്നെ ഒരു പയ്യൻ, ഒരു ക്യാമറാമാൻ
ഒരു പെൺകുട്ടി ഇവരെ ഒന്ന് സെറ്റാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് റെഡിയാക്കി തരാമോ എന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. റിയാസ് ഖാന്റെ പേരിലുള്ള ആരോപണമല്ല. അതേപോലെ അതൊക്കെ ഇവർക്ക് വലിയ സംഭവമായിട്ട് തോന്നും. സിദ്ദിഖിന്റെ കേസ്, സിദ്ദിഖ് ഇവരെ റേപ്പ് ചെയ്തു എന്ന രീതിയിലൊക്കെയാണല്ലോ ഇപ്പൊ പറയുന്നത്. അതൊരു വിഷയമേ അല്ല അന്ന് അതൊരു വിഷയമല്ലെങ്കിൽ ഇന്ന് എങ്ങനെയാണ് അതൊരു വലിയ വിഷയമാകുന്നത് എന്നുള്ള ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ്. ഇതാണ് രേവതി സമ്പത്തിന്റെ ഈ ലൈവ്. ഞാൻ ഫുൾ ഇരുന്ന് കണ്ടതാണ്. നിങ്ങൾക്ക് ആ ഫുൾ ഇരുന്ന് കാണാനുള്ള ത്രാണി ഉണ്ടാവില്ല. കാരണം ഇവരുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. ആ ആറ്റിറ്റ്യൂഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടുന്ന ആളുകളോട് തട്ടിക്കയറുക. എല്ലാവർക്കും ലൈവ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ പോകും. ഇവരെ ഫോളോ ചെയ്ത ആളുകൾക്ക് ആ നോട്ടിഫിക്കേഷനും കണ്ട് ലൈവ് കാണാൻ വന്നപ്പോൾ അതിന്റെ ഇടയിൽ ഇവരൊരു സംശയം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒന്ന് പോലീസിലൊന്ന് കംപ്ലൈന്റ് ചെയ്തു പോരെ, അതിന് നിന്റെ വീട്ടിൽ നിന്ന് വല്ലവരും ഇരിക്കണ്ടോ കോടതിയിൽ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇവർ മറുപടിയായി ചോദിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇവരുടെ ഒരു പാസ്റ്റില് ഇവർ ചെയ്തൊരു വലിയ ഒരു തെറ്റുണ്ട്, വലിയ ഒരു ഊളത്തരം എന്ന് വേണമെങ്കിൽ പറയാം. സഹപാഠിയെ ഞാനത് പറയുന്നില്ല, വീഡിയോന്റെ അവസാനമൊക്കെ ആയിട്ട് അത് എവിടെയൊക്കെ കേൾക്കുന്നുണ്ടാവും. ഒന്ന് കേൾക്കാം, കാണാം. മനസ്സിലായില്ലേ? അപ്പം രാകേഷ് ചോദിക്കുന്നത് ഡോ താൻ ലൈവ് ആണോ എന്ന്. പിന്നെ ഞാൻ ഇവിടെ എന്ത് പരിപാടിയാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് കണ്ണ് കണ്ടൂടെ ഞാൻ ഇവിടെ എന്താണ് ചെയ്യണം എന്നുള്ളത്? പിന്നെ എന്തിനാണ് ഇവിടെ വന്ന് നിങ്ങൾ അത് ഇടയിൽ പറയുന്നത് ഡോ താൻ എന്ത് ചെയ്യാണെന്നുള്ളത്? ഓക്കെ രാകേഷ് ഒന്ന് പോവില്ല. ബിക്കോസ് ഇത് എന്റെ ലൈവാണ്. എന്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് പോകാൻ പറ്റില്ല. താ ഇറങ്ങിപ്പോടോ. എന്റെ ലൈവിൽ വലിഞ്ഞെറിഞ്ഞിട്ട് ഞാൻ ഇവിടെ പോയി, നീ പോടാ. ഓക്കെ, ദിസ് ഈസ് ദ ആറ്റിറ്റ്യൂഡ്. ഇവര് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇവരും ഒരു സുഹൃത്തും കൂടെ ഏതൊരു പാലത്തിന്റെ അടുത്ത് ഇരിക്കുമ്പോൾ ആ നാട്ടിലുള്ള ആളുകൾക്ക് ഒരു പരിചയമില്ലാത്ത ആളുകളായതുകൊണ്ട് എന്താണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. സദാചാരമാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അവർ മാന്യമായ രീതിയിലാണ് ചോദിക്കുന്നത്. ഇവരൊന്നും കണ്ടിട്ടില്ല കുട്ടികൾ എവിടെയാണ് എന്ന് ചോദിച്ചു. അത് ചോദിക്കാൻ നീ ആരാടാ എന്ന് ചോദിച്ചിട്ട് അവരെ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചിട്ടും ഒക്കെ ഇങ്ങനെ പ്രതിപാദിച്ച് ഡയലോഗ് അടിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ ആദ്യം തന്നെ ഇവരോട് ഒരു കാര്യം പറയട്ടെ. ഈ മലയാളികള് എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ഒന്നല്ല. അവർക്ക് ഇത് മലയാളം പറയുന്നതിന്റെ ഇടയിൽ കുറെ ഇംഗ്ലീഷ് കുത്തിക്കയറ്റി ഒന്നും മനസ്സിലാവില്ല. അപ്പൊ കുറച്ച് ഇംഗ്ലീഷ് കൂട്ടി സംസാരിക്കുമ്പോൾ ഞാൻ എന്തോ സംഭവമാണെന്നുള്ള ഒരു ബോധം ഈ രേവതി സമ്പത്തിനുണ്ട്. അപ്പൊ അത് എനിക്ക് തീരെ അങ്ങോട്ട് യോജിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുറെ ഇംഗ്ലീഷൊക്കെ കാണാപ്പാടാൻ പഠിച്ചതിന്റെ ഇടയിൽ കുത്തിക്കയറ്റേണ്ട കാര്യമില്ല. ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുക. പച്ചയായ മനുഷ്യനാണ് ഞാൻ, പച്ചക്കുണ്ട പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളതാ. അപ്പൊ ഇവർക്ക് കമന്റ് ഇട്ട ആളോട് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കേട്ടല്ലോ. അതായത് അവരങ്ങോട്ട് തട്ടിക്കയറിക്കൊണ്ടിരിക്കുക. ചിലപ്പോ എന്താണ് അവര് ആ ഒരു കമന്റിൽ ഇത് കൊടുക്കുന്നത് എന്നുള്ളതാ. കമന്റിലൂടെ അവര് ഒരു ഡൗട്ട് ചോദിക്കുകയാണ്. അപ്പൊ ഇവര് കേൾക്കണ അല്ലെങ്കിൽ ഈ കമന്റ് കാണുമ്പോൾ അവൻ എന്തോ ധാർഷ്ട്യത്തോടു കൂടി എന്തോ ചോദിച്ചതല്ലേ. ഇവർക്ക് എല്ലാവരും ധാർഷ്ട്യത്തോടു കൂടി ഇവരോട് സംസാരിക്കുന്നു എന്നുള്ള ഒരു ഫീലിലാണ്. എല്ലാവരോടും തട്ടിക്കയറണം, എന്തിനും തട്ടിക്കയറണം എന്നുള്ള ഒരു മനോഭാവമാണ്. ഈ ലൈവ് മുഴുവൻ കാണൂ, നിങ്ങൾക്ക് മനസ്സിലാവും. ചില ആളുകൾ സംശയത്തോടു കൂടി ചോദിക്കാം, നിങ്ങൾക്കൊന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കംപ്ലൈന്റ് ചെയ്യാറുന്നില്ലേ? അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ മറുപടി എന്താ കേൾക്കണ്ടേ? കേൾക്കാം. പ്രൊമോഷൻ പിന്നെ തരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങിയത് കുഞ്ഞിലെ മുതൽ. ഞാൻ സിനിമ ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും സുനിതാ കൃഷ്ണനോ ഏതെങ്കിലും രാജേഷ് ടച്ചറുകറോ ഏതെങ്കിലും സിദ്ദിഖിനെയോ അവർ തരുന്ന കാര്യങ്ങൾ നോക്കിയിട്ടല്ല. ഓക്കെ. അപ്പോ സിദ്ദിഖിന്റെ പേര് പറയുന്നുണ്ട് കേട്ടോ. 3ാമത് തവണയാണ് ഞാൻ കേൾക്കണത്. അപ്പൊ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെയും കണ്ടിട്ടല്ല സിനിമയിലേക്ക് വന്നിട്ടുള്ളത്. ഈ സിദ്ദിഖൊന്നും എന്നെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യം എനിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഈ സിദ്ദിഖും ചിലപ്പോ പറയാനൊന്നും കഴിയില്ല. സംസാരിക്കുന്നതിന്റെ ഇടയിൽ ചിലപ്പോ ഇപ്പൊ ഇവര് പറയുന്ന അലിഗേഷൻസ് ഒന്നിന്റെ വലുത്തൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം, എന്തെങ്കിലും ഡയലോഗ് അടിച്ചിട്ടുണ്ടാവാം. പല ആളുകളുടെയും പേരിൽ വരുന്ന ഒരു പ്രശ്നം അലിഗേഷൻ ഇതാണല്ലോ, എന്നോട് അങ്ങനെ ചോദിച്ചു, എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പൊട്ടിത്തെറിക്കാനും മാത്രമുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അന്ന് തന്നെ പറയാമായിരുന്നില്ല എന്നുള്ള ചോദ്യമാണ് എനിക്കും ചോദിക്കാനുള്ളത്. നേരത്തെ പറഞ്ഞ നീയൊക്കെ എന്താണ് ചെയ്യുന്നത്? എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. അന്ന് പറഞ്ഞൂടെ, ഇന്ന് പറഞ്ഞൂടെ? ഒരു സർവൈവറിന്റെ ചോയ്സ് ആണ് അവർ എപ്പോ എങ്ങനെ സംസാരിക്കണം, ഏത് മീഡിയം വഴി സംസാരിക്കണം, അവർ പറയണോ വേണ്ടയോ, അവർ ഏത് സുഹൃത്തിനോട് ഷെയർ ചെയ്യണം, അവരെന്ത് ചെയ്യണം, അതിനകത്ത് കേസിന് പോണോ വേണ്ട, ഇതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് ആണ്. അവരുടെ മെന്റൽ ഇമോഷണൽ എല്ലാ കാര്യങ്ങളുടെയും ഒരു മിക്സ്ചറിൽ അവർ എടുക്കുന്ന സൈക്കോളജിക്കൽ. ഐ കൺസൾട്ടഡ് എ ലോട്ട് ഫോർ ദിസ്. ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അത് അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാന്നില്ല. സാധാരണ എല്ലാവരും ചോദിക്കുന്ന പോലെ സാധാരണക്കാരാണല്ലോ നമ്മളെ നാട്ടിൽ മുഴുവൻ. അവർ ചോദിച്ചിട്ടുണ്ടാവും. ആ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് എനിക്ക് തോന്നിയ പോലെ ഞാൻ പറയും, എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ പ്രതികരിക്കും എന്നുള്ളത്. ഇതൊന്നും സിദ്ദിഖിന്റെ വിഷയമല്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയാം. ഒരു ഡയറക്ടറുടെ കാര്യമാണ്. ആ ഡയറക്ടറും ഏതൊരു ക്യാമറമാൻ എന്തോ പറഞ്ഞു, ഒരു ഡയറക്ടർ അവരെ കയറി പിടിച്ചു. ഇതൊന്നും ശരിയായ കാര്യമാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. സിദ്ദീഖിനെ കുറിച്ച് തിരയാൻ പോയപ്പോൾ സിദ്ദീഖിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. സിദ്ദീഖിന്റെ വിഷയമാണ് വലിയ രീതിയിൽ ഇപ്പൊ പറഞ്ഞ് കരയുന്നത്. അപ്പൊ അന്ന് അതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നു പോയില്ല. ലൈവിൽ ആ ചോദിക്കുന്ന ആളുകളോട് തട്ടിക്കയറുന്നുണ്ട്.
അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോ ഇതൊന്നും ശരിയായ ഒരു കാര്യമായിട്ട് ഞാനും പറയുന്നില്ല കേട്ടോ. ഒരു സ്ത്രീയെ അപമാനിക്കുകയും ഉപദ്രവിക്കുന്നതൊന്നും നല്ല ഒരു കാര്യമായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ ഈ രേവതി സമ്പത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നൊന്ന് മനസ്സിലാക്കി തരാ എന്ന് മാത്രമാണ് നമ്മളെ ലക്ഷ്യം. അന്ന് പറഞ്ഞാൽ നീ എന്താ ചെയ്തു തരാൻ പോകുന്നത് എനിക്ക് അത് നീ ആദ്യം പറ കേക്കട്ടെ. അന്ന് പറഞ്ഞാലും നീയൊക്കെ ഇതേ പറയൂ. ഞാൻ എനിക്ക് തോന്നുന്ന സമയത്ത് പറയും. ചിലപ്പോൾ ഞാൻ ഒരു 35 വർഷം കഴിഞ്ഞിട്ട് പറയും. മരിക്കുന്നതിന്റെ അവസാനത്തെ ശ്വാസത്തിൽ ഞാൻ പറഞ്ഞിട്ട് മരിക്കും. എന്താണ് നീയൊക്കെ ചെയ്യാൻ പോകുന്നത്? ഓക്കെ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നു, ലൈവ് ഇടുന്നു, ലൈവിന് ആളുകൾ കമന്റ് ഇടുന്നു, കമന്റ് ഇടുന്ന ആളുകളെ തന്തയ്ക്ക് വിളിക്കുന്നില്ല എന്നേ ഉള്ളൂ. അനാവശ്യമായിട്ട് അത് നല്ല കമന്റ് ഇടുന്ന ആളുകൾക്കും മോശം കമന്റ് ഇടുന്ന ആളുകൾക്കൊക്കെ ഒരേ ആറ്റിറ്റ്യൂഡിലാണ് മറുപടി കൊടുക്കുന്നത്. അപ്പൊ ഇവർക്ക് ഒരു റേഡിയോ പോലെ ഇപ്പൊ നമ്മൾ റേഡിയോ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ അത് കേട്ടോണ്ടിരിക്കും, മറുപടി അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ എന്നാൽ ഇവർക്ക് ഒരു വീഡിയോ ആക്കി ഇട്ടാൽ മതിയായിരുന്നു അല്ലെ. അത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരുന്ന് പറഞ്ഞ് അതൊരു വീഡിയോ ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര പ്രശ്നമില്ല. കാരണം അത് നോട്ടിഫിക്കേഷൻ പോയിട്ട് ആളുകൾ വന്ന് കമന്റ് അല്ലേ ഇടുള്ളൂ, അത് നമ്മൾ കാണൂലല്ലോ. ഇത് ഇപ്പോ നോട്ടിഫിക്കേഷൻ കിട്ടിയ ആളുകൾ വരെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്, അവരൊക്കെ അത് കാണണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇവർ ഇടുന്നത്. എന്നിട്ട് അതിന് മറുപടി കമന്റ് ഒക്കെ ഇടുമ്പോൾ കമന്റ് ഓഫ് ആക്കി വീഡിയോ ചെയ്യാറുന്നില്ലേ. അതൊരു അവര് ഓരോ കാര്യങ്ങൾ ഇപ്പൊ അവരുടെ മൗലിക അവകാശത്തിൽപ്പെട്ട സാധനങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ ഇത്. ഒരു സഭ്യമായ രീതിയിലുള്ള കമന്റുകളിലൂടെ ഒരു എന്താണ് സംഭവം എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവും. ചില ആളുകൾക്ക് ഇക്കിളി ആവാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്, ഇക്കിളിപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ആളുകൾക്കുള്ള മറുപടിയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ കൊടുത്താൽ മതി. അല്ല, ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്: നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാമായിരുന്നില്ലേ, അത് എന്നാൽ അപ്പൊ തന്നെ പ്രതികരിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നത്. അതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് എടുക്കണം, അതും നെഗറ്റീവായിട്ട് ആളെടുക്കുന്നത്. അടുത്ത കേസിന്റെ ഒരു ലീഗലി എന്തുകൊണ്ട് നിങ്ങൾ നേരിട്ടില്ല? ലീഗലി നേരിടാൻ പോകുമ്പോൾ അവിടെ നിങ്ങളുടെ ആരെങ്കിലും എടുത്ത് വെച്ചേക്കുന്നോ നീതി? നിങ്ങളാണോ അവിടെ നീതി തരാൻ ഇരിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ആരെങ്കിലും അവിടെ ഇരിക്കുന്ന പിന്നെ നീതി എടുത്ത് വെച്ചിട്ട് 1 കിലോ നീതി എന്നാ പിടിച്ചോ, എന്നാ ഇപ്പൊ തന്നെ എഴുതി അങ്ങ് തന്നേക്കാന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഒന്നുമില്ലല്ലോ. നിങ്ങൾക്ക് അത്രയും കൺവീനിയന്റ് ആയിട്ടുള്ള ഏതെങ്കിലും പേഴ്സൺ അവിടെ ഇരിക്കുന്നോ നീതി തരാൻ? അവിടെ എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത്? 24 hours ഇവിടെ നിയമപരമായിട്ട് ഇറങ്ങിക്കയറുന്ന ഒരാളാണ് ഞാൻ. ഭയങ്കരത്താണ് നിങ്ങൾ. ഇവിടെ പല സ്ത്രീകളും അത് തന്നെയാണ്. ഇവിടെ എന്താണ് ഇവിടുത്തെ ലീഗൽ ഫെയിലൂരിറ്റി ഒക്കെ എന്താണെന്നുള്ളത് ഇവിടെ വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടുത്തെ നടക്കുന്ന കേസുകൾ മാത്രം എടുത്ത് പഠിച്ചാൽ മതി, എടുത്ത് വായിച്ചാൽ മതി മിനിമം. നീതി നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. അതായത് നമ്മുടെ കോടതി സംവിധാനത്തെ ഒന്നും ഒരു വിശ്വാസമില്ല ആൾക്ക്. അതായത് കുറെ ഫൈറ്റ് ചെയ്തിട്ട് നീതി നിഷേധിക്കപ്പെട്ട ഒരു സ്ത്രീ ആയിട്ടാണ് ഇവർ സ്വയം ചിത്രീകരിക്കുന്നത്. എനിക്കറിയില്ല എന്താണ് ഇവർ പറഞ്ഞു വരുന്നതെന്ന് അറിയില്ല. എന്നിരുന്നാലും ഒരു ന്യായമായിട്ടുള്ള ചോദ്യമാണ്, എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല? നമുക്കിനി ഒരിക്കലും നമ്മുടെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ പോവാതെ പരിഹരിക്കാൻ കഴിയില്ല. അല്ലാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഒരാളെ വ്യക്തിഹത്യ ചെയ്യാനാണെങ്കിൽ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാ. പക്ഷെ ഇങ്ങനെയൊക്കെ നീതിയോടും അല്ലെങ്കിൽ നീതി കിട്ടില്ല എന്നും കോടതിയോട് വിശ്വാസമില്ല എന്ന് പറഞ്ഞ ആള് ഇപ്പൊ ഇന്നലെ പോയിട്ട് DGPക്ക് ഒരു കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും ഓർക്കണേ. നമ്മുടെ സിദ്ദീഖിന് എതിരെയാണ് കംപ്ലൈന്റ്. പക്ഷെ അത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ നീതി കിട്ടൂല, ഉറപ്പാണ്. എന്നാലും കൊടുക്കും, ചേച്ചി കൊടുക്കും കേട്ടോ. ഓക്കെ, സിദ്ദീഖ് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കുറിച്ച് അറിയില്ല, ഇവരെന്താണ് പറയുന്നത് എനിക്കറിയില്ല. അത് മാനം കെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്, പണത്തിന് എന്തിനു വേണ്ടി ചെയ്യുന്നതാണ് തോന്നുന്നു. പിന്നെ ഇവരുടെ പാസ്റ്റിലൊക്കെ വളരെ മോശപ്പെട്ട കാര്യങ്ങൾ കേൾക്കുന്നു. അതുകൊണ്ട് നീതി വേണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. അദ്ദേഹത്തിന് നീതി വേണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അദ്ദേഹം അവിടെ പോകുന്നു. പക്ഷെ ഇവര് നീതിയോട് ഒരു തരത്തിൽ നീതി കിട്ടില്ല, കോടതി വിശ്വാസമില്ല എന്ന് പറഞ്ഞ ലൈവാണ് നിങ്ങൾ കേൾക്കുന്നത്. എന്നാലും കോടതി പോവേ. അപ്പോ പറയാനൊക്കെ കൊള്ളാം, പക്ഷെ അത് വേറെ കാര്യം. കൊള്ളാം. 2017-18 നടന്ന കാര്യങ്ങൾ അന്ന് എന്താ പറയാഞ്ഞത്? അന്ന് എനിക്ക് പറയാൻ സൗകര്യമില്ലായിരുന്നു. ഇന്ന് എനിക്ക് പറയാൻ സൗകര്യം തോന്നി. ഇന്ന് പറയാൻ എനിക്ക് തോന്നി, അന്ന് എനിക്ക് തോന്നിയില്ല. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. മനസ്സിലായോ? അത് നിങ്ങൾ എന്തിനത് ചോദിക്കുന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാൻ അന്ന് പറഞ്ഞ വിഷ്ണു സത്യ എന്ത് ചെയ്യും, വിഷ്ണു സത്യ എന്നെ അങ്ങ് വന്ന് ആടിപ്പോയി വന്ന് കെട്ടിപ്പിടിക്കില്ലല്ലോ. അന്നും നിങ്ങൾ ഇതൊക്കെ പറയും. നിങ്ങൾ ചോദിക്കും നടന്നതിന്റെ അടുത്ത മിനിറ്റ് എന്താ പറയാത്തേന്നോ ചോദിക്കും. അങ്ങനത്തെ ആൾക്കാരാണ് നിങ്ങൾ. 8:25 നടന്നെങ്കിൽ 8:26 എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് നിങ്ങൾ ചോദിക്കും. ഇതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇത് കൊടുക്കുന്നതിന് തുല്യമാണ്. കാരണം ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ആരും പ്രതികരിക്കരുത്, കുറെ കാലങ്ങൾ കഴിഞ്ഞ് പ്രതികരിച്ചാൽ മതി എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി നീതി കിട്ടുമോ കിട്ടുകയില്ലോ എന്നൊന്നല്ല നമ്മൾ നോക്കേണ്ടത്. നമുക്ക് എതിരെ ഉണ്ടാവുന്ന ഏത് തരത്തിലുള്ള അബ്യൂസുകളാണെങ്കിലും നമ്മൾ അത് ഉടനെ പ്രതികരിക്കുക, ഉടനെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അതിനുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ ഇവര് വീഡിയോ ഇടുന്ന സമയത്തും അതിനുള്ള സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇടുന്നത്. അതിന് കമന്റ് ഇടുന്ന ആളുകളെ മോശപ്പെട്ട രീതിയിൽ ഡയലോഗ് അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഇനി ഇവരുടെ ഒരു സ്വഭാവം അത് നിരന്തരമായിട്ട് ഇവരുടെ ലൈവിന്റെ അടിയിൽ ഞാൻ കുറെ ഫോട്ടോസ് ഇങ്ങനെ കണ്ടു. ഒരു പയ്യൻ ഇങ്ങനെ ഓരോ സർട്ടിഫിക്കേഷൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
അതിനിവരൊരു മറുപടി കൊടുക്കുന്നുണ്ട്. ആ മറുപടി കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു സർട്ടിഫിക്കറ്റും തൂക്കി പിടിച്ചിട്ട് ഒരുത്തൻ കമന്റ് ബോക്സിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ഞാൻ ആരും അബ്യൂസ് ചെയ്തെന്ന്, ഞാൻ ആരുടെ നഗ്ന വീഡിയോ പ്രൊമോട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു മലയാളിയാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ഞാൻ ടൈപ്പ് ചെയ്ത മലയാളമൊക്കെ അവന് വായിക്കാൻ പറ്റുന്നുണ്ട്. ഏവനാണെങ്കിലും ശരി, നിനക്കൊക്കെ എന്തെങ്കിലും എൻ്റെ പേരിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കും, നമുക്ക് അവിടെ കാണാം. മനസ്സിലായി? അല്ലാതെ പേഴ്സണലി കമന്റ് ബോക്സിനകത്ത് വന്ന് എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആരും അബ്യൂസ് ചെയ്തെന്നു, ഞാനിപ്പോൾ അറിഞ്ഞ നന്നായി. ഞാൻ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ് അല്ലേ? അത് നിയമത്തിന്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവരണം. നിയമം എന്താ അപ്പൊ കേസ് കൊടുക്കാതെ, എന്താ ഇപ്പൊ കേസ് കൊടുക്കാതെ എന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പൊ നിങ്ങൾക്ക് ആദ്യം അത് ചെയ്യും, ആദ്യം വേഗം പോയി ചെയ്യും. എന്റെ പേരിൽ ഒരു ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യണം വേഗം. ഓക്കെ, പെറ്റീഷൻ ഫയൽ ചെയ്യൂ. ഭയങ്കര ബുദ്ധിയാണ്, അതിബുദ്ധിയാണ് രേവതി സമ്പത്തിന് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. കാരണം ചൈനയിൽ നടന്ന ഒരു വിഷയം എങ്ങനെയാണ് കേരളത്തിൽ കേസ് കൊടുക്കുന്നത്? ചോദ്യം നമ്പർ 1. ഇനി അവിടെ ചെയ്ത കാര്യം നിങ്ങൾക്ക് അറിയേണ്ട എന്താണെന്ന്. അതായത് നിങ്ങൾ സൈഡിൽ ഇപ്പൊ കാണുന്ന ഒരു പരാതിയുടെ ഒരു നോട്ടും ഇവരെ സസ്പെൻഡ് ചെയ്ത ഒരു നോട്ടുമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതായത് ക്ലാസ്മേറ്റ് ആയിട്ടുള്ള പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ എടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഒന്നാമത് ഇവരെ പുറത്താക്കാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 2 പെൺകുട്ടികളും ഒരു പയ്യനുമാണ് തോന്നുന്നു ഒരു റൂമിൽ നിരന്തരമായിട്ട് അവരെ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അതിന് എതിരെയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ മറ്റുള്ളത് ഉണ്ടാവാതിരിക്കില്ലല്ലോ. ആ കോളേജിലെ ഫോറിൻ സ്റ്റുഡൻസ്, വിദേശത്ത് നിന്ന് പഠിക്കാൻ വന്ന മറ്റുള്ള സ്റ്റുഡൻസ് എല്ലാവരും ഒപ്പ് ശേഖരിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് ഒരു കത്തയക്കുന്ന ഒരു പരാതി നൽകുന്നു. ഇതിന്റെ 2 കത്തുകൾക്ക് അടിസ്ഥാനത്തിൽ, 2 പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവരെ പുറത്താക്കുന്നു. അതുകൂടാതെ 2 എണ്ണം കൂടി ഉണ്ട് എന്ന് പറയുന്നു, ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഇവർക്കെതിരെ നടന്നുള്ള കാര്യം. ഒന്ന്, നിങ്ങൾ ഒപ്പ് ശേഖരിച്ച ഒരു റിട്ടൺ കംപ്ലൈന്റ്, കൈപ്പടയിൽ എഴുതിയ ഒരു കംപ്ലൈന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൂടാതെ തന്നെ അത് ലീഗലായിട്ട് അത് സാങ്ഷൻ ചെയ്തുകൊണ്ട് അവരെ MBBSനോ മെഡിക്കൽ എന്തോ ഒരു സാധനമാണ് പഠിച്ചിരുന്നത്, പുറത്താക്കി. എന്നിട്ട് അതേ സംഭവം ഇവിടെ ഒന്ന് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. ഈ അഭിനവ് പറഞ്ഞിട്ടുള്ള ആൾ, അഖിൽദേവ് എന്ന് പറയുന്ന ആൾക്കെതിരെ ഒരു അലിഗേഷൻ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് അയാള് എന്താണ് ഇവരുടെ ഫ്ലാഷ് ബാക്ക് ഒന്ന് കണ്ടെത്താൻ വേണ്ടി പോയപ്പോ ആൾക്ക് കിട്ടിയ രേഖകളാണ്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് അദ്ദേഹം ഒരു ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലും ആരും അയാളുടെ ലൈവ് പിന്നെ കാണാനോ അതുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേഷൻ ഒരു ചാനൽ പോലും കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആരൊക്കെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ. അപ്പൊ രേവതി സമ്പത്തിന്റെ കുറിച്ചിട്ടുള്ള ഒരു ഫുൾ ഡീറ്റെയിലും ഒരു ഫുൾ ബയോഡാറ്റ നിങ്ങൾക്ക് കിട്ടി കാണും അല്ലെ? നിങ്ങൾ അവരുടെ ലൈവ് വീഡിയോ കാണാത്തവരാണ് പോയി കാണുക. പക്ഷെ നിങ്ങൾക്ക് തലപ്പാന്ത് പിടിക്കുന്നത് മുഴുവൻ കാണാൻ നിന്ന് കഴിഞ്ഞാൽ, കാരണം അത് അങ്ങനെയാണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. അതായത് താനാരാടാ നീ പോണ പട്ടി എന്ന് പറയുന്ന ഒരു മനോഭാവമുണ്ട്. അതൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ എന്തും അധികമായാലും അമൃതം വിഷം പറഞ്ഞ പോലെയാണ്. ചില ആളുകൾക്ക് അതൊരു വല്ലാത്ത അനുഗ്രഹമായിട്ടും വരും, ചിലർക്ക് ഒരു ദോഷമായിട്ടും വരും എന്നുള്ളത്. അപ്പൊ സിദ്ദീഖ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. പക്ഷെ കോടതിയിൽ ഒരു കേസ് കൊണ്ടുപോകുമ്പോൾ കൃത്യമായ എവിഡൻസ്, ഏത് ദൃക്സാക്ഷി എങ്കിലും വേണ്ടി വരും, എന്നാൽ ഇതൊക്കെ തെളിയിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് കൃത്യമായി മനസ്സിലായല്ലോ. ഇവരുടെ ആറ്റിറ്റ്യൂഡ് അതാണ്, ഒരു ഭയങ്കര പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന, അവർ കാര്യം പറയുമ്പോൾ അതൊക്കെ എന്താ പറയാ, അവർക്കത് ഓപ്പോസിറ്റ് ആയിട്ട് തോന്നുകയും അവരോട് തട്ടിക്കയറുന്ന രീതിയുണ്ട് ഇവർക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് അവസ്ഥ. സിദ്ദീഖ് തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ആരാണോ ഈ വിഷയത്തിൽ ദുരുപയോഗം ചെയ്തിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നത് അവർക്കെതിരെയും കർശനമായിട്ട് നടപടികൾ വേണം. അത് തന്നെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. എന്തായാലും DGPക്ക് സിദ്ദീഖ് ആദ്യം കേസ് കൊടുത്തു, അത് കഴിഞ്ഞ് ഇവർ കേസ് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് കോടതിയിൽ വിശ്വാസമില്ല, എന്നാലും ഞങ്ങൾക്ക് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായിട്ട് വരും. ഇത് പരമാവധി ഷെയർ ചെയ്യുക, ആളുകളെ എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.